ഈ മാസം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന വിഷയം ബലഹീന കാലുകളും ശക്തമായ വിശ്വാസവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നാം എന്താണ് കാണുന്നത് എന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ നാം കാണുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമ്മളെ ആശ്വസിപ്പിക്കാം, അസ്വസ്ഥരാക്കാം. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയോ ഒരുപക്ഷെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയോ ചെയ്യാം. 73-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി കണ്ടിട്ട് തൻ്റെ കാലുകൾ ഇടറിപ്പോയി എന്ന് പറയുന്നുണ്ട്, ചുവടുകൾ വഴുതി എന്ന് പറയുന്നുണ്ട്. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് തനിക്ക് വേദനയും അസ്വസ്ഥതയും വർദ്ധിച്ചു വന്നു. അവരുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കുന്നുണ്ട്, അവരെല്ലാം സ്വസ്ഥതയോടെ ജീവിക്കുന്നു, അവരുടെ കണ്ണുകളെല്ലാം തുടുത്തിരിക്കുന്നു, അവർ സമൃദ്ധിയിൽ ആനന്ദത്തോടെ ജീവിക്കുന്നു. അതേസമയം തന്നെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തു, കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നീതിയിൽ നടക്കുന്നുണ്ട്, ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എല്ലാം ചെയ്യുന്നു. എങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നു എന്നത് ആസാഫിന്റെ ജീവിതത്തെ വളരെ ദുഃഖത്തിലേക്ക് നയിച്ചു. അതേസമയം തന്നെ ദുഷ്ടന്മാർക്ക് മരണവേദന ഇല്ലാതെ അവർ അനുഗ്രഹത്തോടിരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉയർന്നു വന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അതായിരുന്നു ആസാഫിൻ്റെ ഒരു ചോദ്യം. അവൻ എന്ത് കണ്ടു എന്നുള്ളതല്ല, മറിച്ച് അവൻ ആ കണ്ടതിനെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളതാണ്. 3 പ്രധാനപ്പെട്ട തെറ്റുകളാണ് തൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടായത്. ഒന്നാമതായി, അവൻ കണ്ടതിനെ വ്യാഖ്യാനിച്ച രീതി തെറ്റിപ്പോയി. നീതിമാന്മാർക്ക് ദൈവം ഒരുക്കുന്ന അന്ത്യം എന്താണെന്ന് കാണാൻ അവൻ പരാജയപ്പെട്ടുപോയി. ദുഷ്ടന്മാരുടെ ഇന്നുകൾ മാത്രമേ അവൻ കണ്ടുള്ളൂ. അവൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എത്രമാത്രം ഉണ്ടെന്നത് കാണാനും അവന് പരാജയപ്പെട്ടു. ചിലപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നാം അമിതമായി മുഴുകിപ്പോയാൽ, നാം അതിന് അമിതമായ വില കൊടുത്താൽ പല സമയങ്ങളിൽ നാം പരാജയപ്പെട്ടു പോകും. ഇത് നമ്മുടെ വേദനയ്ക്ക് കാരണമാകുന്നു. രണ്ടാമത്തെ തെറ്റ്, ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നതെന്ന് താൻ കരുതിയില്ല. കാണുന്ന കാര്യങ്ങളിൽ നാം വ്യാപൃതരാകുകയോ അത് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ അത് നമ്മളിൽ സംശയവും ഭയവും ഉളവാക്കും. പലപ്പോഴും നമ്മൾ അതൃപ്തി ഉണ്ടാക്കാൻ കാരണമായി തീരും. ഭക്തി കെട്ടവരും അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നത് ശരിയാണ്. ആസാഫിന് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അവരോട് അസൂയ തോന്നി. അസൂയ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിനെ വളച്ച് ഒടിക്കുന്നു. പലപ്പോഴും അത് നമ്മെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ദൈവം നല്ലവനാണോ? അവന് എന്നോട് ഇഷ്ടമുണ്ടോ? ശരിക്കും ദൈവം എന്നെ കരുതുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടായി ഉയർന്നു വരാം. എന്നാൽ നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കാളും നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരാളെ കണ്ടെത്തുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊരു അനുഗ്രഹമാണ്. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, ദൈവഭയത്തിൽ നിങ്ങൾ തുടരണം എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. 3-ാമത്തെ തെറ്റ്, അവൻ ഇപ്പോഴത്തെ കാര്യത്തിലല്ല പിന്നീടുള്ളതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പരാജയപ്പെട്ടു പോയി. ഇപ്പൊ കാണുന്ന കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അതിനകത്തങ്ങ് മുഴുകിപ്പോയി. ദുഷ്ടന്മാർ അഭിവൃദ്ധി കണ്ടിട്ട് അവൻ ചോദിച്ചു, ഞാൻ എന്തിനാണ് എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത്? ഒരു കാരണവുമില്ലാതെ ഞാൻ എന്നെ തന്നെ നിരപരാധിയായി സൂക്ഷിച്ചത് എന്തിനാണ്? ദിവസം മുഴുവൻ എനിക്ക് കഷ്ടപ്പാടുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ, പ്രഭാതത്തിൽ എനിക്ക് വേദനയുണ്ടാകുന്നു. ഈ ചോദ്യങ്ങൾ തൻ്റെ മനസ്സിൽ പലതവണ കടന്നു വന്നിട്ടുണ്ടാകും. ആസാഫ് തൻ്റെ ഈ ചിന്തകളെ കുറിച്ച് ദൈവത്തോട് തുറന്നു പറയുകയാണ്. എന്നാൽ ഈ ചിന്തകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. എൻ്റെ സുഹൃത്തെ, നീതിയും അനീതിയും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കുകയും ഒരുപക്ഷെ ഇത് ന്യായമാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്നത് എന്നെല്ലാം ചോദിക്കാം. ഇങ്ങനെയുള്ള ചിന്തകളെ നിഷേധിച്ച് കളയേണ്ട കാര്യമില്ല, അവഗണിച്ച് കളയേണ്ട കാര്യമില്ല, ഇത് ഇല്ലെന്ന് നടിക്കേണ്ട കാര്യമില്ല. ഇത് തുറന്നു ദൈവത്തോട് പറയുക. സങ്കീർത്തനക്കാരൻ പറയുന്ന, എൻ്റെ കാലുകൾ ഏകദേശം ഇടറിപ്പോയി, ഞാൻ വഴുതിപ്പോയി. ദൈവത്തോട് അടുത്തപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉത്തരം അവൻ കണ്ടെത്തി. ഈ ചിന്തകൾ അവൻ്റെ ഉള്ളിൽ നിലനിൽക്കാൻ അവൻ അനുവദിച്ചില്ല. അങ്ങനെ അവൻ അനുവദിച്ചിരുന്നെങ്കിൽ അവൻ ഇടറി വീഴുമായിരുന്നു. 73-ാം സങ്കീർത്തനം 28-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തോട് അടുക്കുന്നത് എനിക്ക് ഏറെ നല്ലത്, നിന്റെ എല്ലാ പ്രവൃത്തികളെയും അറിയാൻ അത് കാരണമാകും. നാം കർത്താവായ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ മുമ്പിലെ പ്രതിസന്ധികൾ വഴിമാറും. ദൈവം മതിയെന്നും നാം കടന്നുപോകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള ധൈര്യവും വിശ്വാസവും ദൈവം നിങ്ങൾക്ക് തരുമെന്നും നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. എൻ്റെ പ്രിയ സ്നേഹിതരെ, ദൈവത്തോട് കൂടുതൽ അടുക്കാം, ദൈവത്തെ കൂടുതൽ വിശ്വസിക്കാം. സദൃശവാക്യം 23-ന്റെ 17-18 വാക്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഞാൻ പറയട്ടെ.
നിങ്ങളുടെ ഹൃദയം പാപികളെ കണ്ട് അസൂയപ്പെടരുത്. ദൈവഭക്തിയോടെ കൂടെ നിങ്ങളിരിക്കുക. കാരണം നിങ്ങൾക്കൊരു നല്ല ഭാവി ദൈവം ഒരുക്കുന്നുണ്ട്. പ്രത്യാശ കൈവിടണ്ട. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസം നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നു. ഗോഡ് ബി വിത്ത് യു.